കേരള രാഷ്ട്രീയത്തിലെ രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും. ഒരാൾ പതിറ്റാണ്ടുകളുടെ അനുഭവ കരുത്തുമായി ചെങ്കോട്ട കാക്കുന്ന ക്യാപ്റ്റൻ, മറ്റൊരാളാകട്ടെ കണക്കുകളും വസ്തുതകളും ആയുധമാക്കി നിയമസഭയെ വിറപ്പിക്കുന്ന കോൺഗ്രസിന്റെ മാസ്റ്റർ സ്ട്രാറ്റജിസ്റ്റ്. കേരളം ഉറ്റുനോക്കുന്ന രണ്ട് ധ്രുവങ്ങൾ, മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും. ഇവരിൽ ആർക്കാണ് കരുത്തു കൂടുതൽ? ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യത മുതൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി വിവരങ്ങൾ വരെയും സഭയ്ക്കകത്തെ വാക്പോരുകൾ മുതൽ അണിയറയിലെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ വരെയും നമുക്കൊന്ന് പരിശോധിക്കാം. കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഈ രണ്ട് കരുത്തന്മാരുടെ പോരാട്ടകഥ. ഇരുവരുടെയും രാഷ്ട്രീയ ചരിത്രവും അനുഭവ സമ്പത്തും നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയന്റെ രാഷ്ട്രീയ തുടക്കം KSF, കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയായിരുന്നു. 1970 തന്റെ 25-ാം വയസ്സിൽ ആദ്യമായി നിയമസഭയിലേക്ക്. അതേസമയം വി.ഡി. സതീശന്റെ രാഷ്ട്രീയ തുടക്കം KSU, കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയായിരുന്നു. തുടർന്ന് 2001 തന്റെ 37-ാം വയസ്സിൽ ആദ്യമായി നിയമസഭയിലേക്ക്. പിണറായി വിജയൻ 1996 വൈദ്യുത മന്ത്രിയായും അതിനുശേഷം 17 വർഷത്തോളം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായും ശേഷം 2016 മുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായും തുടരുന്നു. അതേസമയം വി.ഡി. സതീശനാകട്ടെ 5 തവണ MLA ആയിട്ടുണ്ട്. കൂടാതെ AICCയുടെ സെക്രട്ടറിയായും KPCCയുടെ വൈസ് പ്രസിഡന്റായും അദ്ദേഹത്തിന് പദവികൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി തുടരുന്നു. ഇരുവരുടെയും ശൈലി തികച്ചും വ്യത്യസ്തമാണ്. പിണറായി വിജയനാകട്ടെ കർക്കശക്കാരനായ ഒരു സംഘാടകനായിട്ടാണ് അറിയപ്പെടുന്നത്. കൂടാതെ പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ആധിപത്യമാണ് ഇദ്ദേഹത്തിനുള്ളത്. വി.ഡി. സതീശനാകട്ടെ മികച്ച പാർലമെന്റേറിയൻ എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ഇദ്ദേഹത്തിന്റെ കണക്കുകളും വസ്തുതകളും നിരത്തിയുള്ള സഭാപ്രസംഗങ്ങൾ ശ്രദ്ധേയമാണ്. ഇരുവരുടെയും രാഷ്ട്രീയ ശൈലിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ വിസസ് സ്ട്രാറ്റജിസ്റ്റ് എന്ന് തന്നെ വേണം പറയാൻ. പിണറായി വിജയൻ പാർട്ടിക്കുള്ളിലും ഭരണത്തിലും ശക്തമായ നിയന്ത്രണമുള്ള നേതാവാണ്. ഇരട്ടച്ചങ്കൻ എന്ന വിശേഷണം അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ആർജവത്തെ സൂചിപ്പിക്കുന്നു. കേരളയിൽ പോലുള്ള വൻകിട പദ്ധതികൾ നടപ്പിലാക്കാൻ അദ്ദേഹം കാണിക്കുന്ന വാശി ഒരു വിഭാഗം വികസനമായി കാണുമ്പോൾ മറ്റൊരു വിഭാഗം അത് ധൂർത്തായി വിമർശിക്കുന്നു. അതേപോലെ പ്രളയം, നിപ്പ, കോവിഡ് കാലഘട്ടങ്ങളിലെ അദ്ദേഹത്തിന്റെ നേതൃത്വം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇത് അദ്ദേഹത്തിന് വലിയൊരു ജനപിന്തുണ നേടിക്കൊടുത്തു. വി.ഡി. സതീശനിലോട്ട് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന നേതാവാണ് ഇദ്ദേഹം. ഡേറ്റാ ബാങ്ക് എന്ന് വിളിക്കപ്പെടാറുള്ള ഇദ്ദേഹം നിയമസഭയിൽ സർക്കാരിനെതിരെ വസ്തുതകൾ നിരത്തി സംസാരിക്കുന്നതിൽ വിദഗ്ധനാണ്. കേരളത്തിലെ വിവിധ സമുദായങ്ങൾക്കിടയിൽ UDF-നുള്ള സ്വാധീനം തിരിച്ചുപിടിക്കാൻ അദ്ദേഹം വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കൂടാതെ ചിതറിക്കിടന്നിരുന്ന പ്രതിപക്ഷത്തെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലും സർക്കാരിനെതിരായ സമരങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിലെ അനുഭവസമ്പന്നനായ കാരണവരാണെങ്കിൽ വി.ഡി. സതീശൻ ആധുനിക രാഷ്ട്രീയത്തിലെ തന്ത്രശാലിയായ പോരാളിയാണ്. ഒരാൾ അധികാരം നിലനിർത്താൻ പോരാടുമ്പോൾ മറ്റൊരാൾ അധികാരം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. വി.ഡി. സതീശന്റെയും പിണറായി വിജയന്റെയും രാഷ്ട്രീയ ശൈലികൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ അവരുടെ സഭാപ്രസംഗങ്ങളിലും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലും പ്രകടമാണ്. വി.ഡി. സതീശൻ നിയമസഭയിൽ അറിയപ്പെടുന്നത് ഹോംവർക്ക് ചെയ്തു വരുന്ന നേതാവായാണ്. ഏതൊരു വിഷയത്തിലും കൃത്യമായ കണക്കുകളും മുൻകാല രേഖകളും സഹിതമാണ് ഇദ്ദേഹം സംസാരിക്കുക. മുഖ്യമന്ത്രിയെ പോലും പലപ്പോഴും ചോദ്യശരങ്ങളിലൂടെ പ്രതിരോധത്തിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. വൈകാരികമായ പ്രസംഗങ്ങളെക്കാൾ യുക്തിഭദ്രമായ വാദങ്ങൾക്കാണ് അദ്ദേഹം മുൻഗണന നൽകുന്നത്. സർക്കാരിന്റെ നയങ്ങളിലെ പിഴവുകൾ നിയമപരമായി ചൂണ്ടിക്കാണിക്കുന്നതിൽ അദ്ദേഹം അതീവ ശ്രദ്ധാലുവാണ്. അതേസമയം പിണറായി വിജയന്റെ പ്രസംഗങ്ങൾ മിക്കപ്പോഴും ഗാംഭീര്യമുള്ളതും അധികാര സ്വരത്തിലുള്ളതുമാണ്. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ രാഷ്ട്രീയമായി നേരിടാനാണ് അദ്ദേഹം ശ്രമിക്കാറുള്ളത്. ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ കൃത്യവും മൂർച്ചയുള്ളതുമായിരിക്കും. ഭരണനേട്ടങ്ങൾ അക്കമിട്ട് നിർത്തിക്കൊണ്ട് പ്രതിപക്ഷത്തെ പരിഹസിക്കുന്ന ശൈലിയും അദ്ദേഹം സ്വീകരിക്കാറുണ്ട്. വിവാദ വിഷയങ്ങളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മൗനം പോലും പലപ്പോഴും രാഷ്ട്രീയ തന്ത്രമായി വിലയിരുത്തപ്പെടുന്നു. ഇരുവരുടെയും വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ നിന്നും BA എക്കണോമിക്സ് ബിരുദം നേടി. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഇടയ്ക്ക് പഠനം നിർത്തേണ്ടി വന്നെങ്കിലും പിന്നീട് അത് പൂർത്തിയാക്കി. എന്നാൽ വി.ഡി. സതീശൻ മികച്ച വിദ്യാഭ്യാസ പശ്ചാത്തലമുള്ള ഒരാളാണ്. അദ്ദേഹം BA തുടർന്ന് LLB ബിരുദങ്ങൾ നേടി. രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന് മുന്നേ ഹൈക്കോടതിയിൽ ഇദ്ദേഹം അഭിഭാഷകനായിരുന്നു. ഇനി ഇരുവരുടെയും ആസ്തി വിവരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയന് ഏകദേശം 1.18 കോടി രൂപയുടെ ആസ്തിയാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഇദ്ദേഹത്തിന്റെ കൃഷിഭൂമിയും വീടും ഉൾപ്പെടുന്നു. വി.ഡി. സതീശനാകട്ടെ ഏകദേശം 4.2 കോടി രൂപയുടെ ആസ്തിയാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത്. അഭിഭാഷകനായ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആസ്തിയും ഇതിൽ ഉൾപ്പെടുന്നു.
ഈ കണക്കുകൾ ഓരോ വർഷവും സമർപ്പിക്കുന്ന സത്യവാങ്മൂലങ്ങൾക്കനുസരിച്ച് മാറാവുന്നതാണ്. ഇനി ഇരുവരെക്കുറിച്ചും ജനങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായം നോക്കുകയാണെങ്കിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പിണറായി വിജയനെ ഭരണത്തുടർച്ച നേടിയ കരുത്തുറ്റ നേതാവായി ഒരു വിഭാഗം കാണുമ്പോൾ രണ്ടാമത്തെ ടൈമിലെ ഭരണവിരുദ്ധ വികാരവും വിവാദങ്ങളും ഇദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ട്. എങ്കിലും കടുത്ത തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി അദ്ദേഹത്തിന്റെ പോസിറ്റീവായി ഇന്നും വിലയിരുത്തപ്പെടുന്നു. വി ഡി സതീശനിലോട്ട് വന്നു കഴിഞ്ഞാൽ സമീപകാല സർവേകൾ സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശന് പിന്തുണ ഏറുന്നു എന്നാണ്. നിയമസഭയിലെ പക്വതയാർന്ന പെരുമാറ്റവും സർക്കാരിനെ കൃത്യമായി പ്രതിരോധത്തിലാക്കുന്ന ശൈലിയും ജനങ്ങൾക്കിടയിൽ ഇദ്ദേഹത്തിന് സ്വീകാര്യത നൽകുന്നു. ഇനി ഇരുവരും നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിണറായി വിജയനിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തേതാണ് ഭരണവിരുദ്ധ വികാരം. അതായത് 10 വർഷത്തോളമായി തുടരുന്ന ഭരണം സൃഷ്ടിക്കുന്ന വിരക്തിയും ജനകീയ പ്രതിഷേധങ്ങളും വലിയ വെല്ലുവിളിയാണ് ഇദ്ദേഹത്തിന്. പിന്നെയുള്ളതാണ് അഴിമതി ആരോപണങ്ങൾ. മാസപ്പടി വിവാദം, സ്വർണ്ണക്കടത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കുന്നു. പിന്നെയുള്ളത് അടുത്ത പിൻഗാമി ആരെന്ന ചോദ്യമാണ്. പിണറായിക്ക് ശേഷം പാർട്ടിയിൽ ആര് എന്ന ചോദ്യം CPM-നുള്ളിൽ തന്നെ ചർച്ചാ വിഷയമാണ്. ഇനി വി ഡി സതീശൻ നേരിടുന്ന വെല്ലുവിളികൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തേതാണ് ഗ്രൂപ്പിസം. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വൈര്യങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുക എന്നത് വി ഡി സതീശനെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. പിന്നെയുള്ളതാണ് BJP ഘടകം. കേരളത്തിൽ BJP നേടുന്ന വോട്ടുകൾ UDF-ന്റെ വിജയ സാധ്യതകളെ ബാധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. പിന്നെയുള്ളതാണ് വിശ്വസനീയത. ഭരണത്തിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വോട്ടായി മാറ്റാൻ കഴിയുമോ എന്നതാണ് ഇതിലെ പ്രധാന ചോദ്യം. ഇനി ഇരുവരുടെയും രാഷ്ട്രീയ ഭാവിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2026-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ രണ്ട് നേതാക്കളുടെയും രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായകമാണ്. പിണറായി വിജയൻ 3ാം തവണയും ഭരണ തുടർച്ച നേടിയാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ചരിത്രമാകും. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിലാണ് CPM ഇന്നും വോട്ട് തേടുന്നത്. വി ഡി സതീശനാകട്ടെ UDF-നെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞാൽ സതീശൻ കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയായി മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സഭയ്ക്കകത്തെ പ്രകടനം ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ റേറ്റിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇരുവരുടെയും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ കൂടിയൊന്ന് നമുക്ക് നോക്കാം. പിണറായി വിജയനിലോട്ട് വന്നു കഴിഞ്ഞാൽ CPM-ന്റെ ശക്തമായ പാർട്ടി സംവിധാനത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിന്റെ രീതി. ഓരോ വീടുകളിലും പാർട്ടി പ്രവർത്തകർ എത്തുന്നെന്ന് അദ്ദേഹം ഉറപ്പാക്കുന്നു. 2021-ലെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉയർത്തിക്കാട്ടിയത് ക്ഷേമ പെൻഷനുകളും കിറ്റുമായിരുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഒരു രക്ഷകന്റെ പരിവേഷം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വളരെ പ്രൊഫഷണലായ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ അദ്ദേഹത്തിന് ചുറ്റുമൊരു ബ്രാൻഡ് നിർമ്മിച്ചെടുത്തു. അതേസമയം വി ഡി സതീശനിലോട്ട് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരുകൾ അവസാനിപ്പിച്ച് പാർട്ടിയെ ഒരു തിരഞ്ഞെടുപ്പ് യന്ത്രമാക്കി മാറ്റാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. സെമി കഡർ സംവിധാനം പാർട്ടിയിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. കൂടാതെ സോഷ്യൽ മീഡിയയിലെ ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ വഴി വിദ്യാസമ്പന്നരായ യുവാക്കൾക്കിടയിൽ ഒരു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇവ കൂടാതെ ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന സമവായ രാഷ്ട്രീയമാണ് അദ്ദേഹം പരീക്ഷിക്കുന്നത്. പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിലെ ഒരു യുഗത്തിന്റെ പ്രതീകമാണെങ്കിൽ വി ഡി സതീശൻ കോൺഗ്രസിന്റെ പുതിയ മുഖമായി വളർന്നുവന്ന നേതാവാണ്. ഒരാൾ കേഡർ രാഷ്ട്രീയത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുമ്പോൾ മറ്റൊരാൾ പാർലമെന്ററി ജനാധിപത്യത്തിലെ സംവാദത്തിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഇനി ഇരുവരുടെയും സോഷ്യൽ മീഡിയയിലെ സ്വാധീനം കൂടെ നമുക്ക് നോക്കാം. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പിണറായി വിജയന്റെ പേജുകളിൽ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഔദ്യോഗിക രീതിയാണ് പിന്തുടരുന്നത്. വി ഡി സതീശന്റെ പേജുകളാകട്ടെ സഭാപ്രസംഗങ്ങളുടെ ചെറിയ ക്ലിപ്പുകൾ വഴി ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാനും ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും ശ്രമിക്കുന്നു. ചുരുക്കത്തിൽ പിണറായി വിജയൻ തന്റെ ഭരണ നേട്ടങ്ങളും പാർട്ടി കരുത്തും വെച്ച് 2026-ലെ പോരാട്ടത്തിനൊരുങ്ങുമ്പോൾ വി ഡി സതീശൻ സർക്കാരിന്റെ വീഴ്ചകളും തന്റെ പാർലമെന്ററി മികവും ആയുധമാക്കിയാണ് നീങ്ങുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 9-ന് നടക്കാനിരിക്കുകയാണ്. വിവിധ സർവേകളും രാഷ്ട്രീയ നിരീക്ഷകരും സൂചിപ്പിക്കുന്നത് ഇത്തവണ ഒരു കടുത്ത പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത് എന്നാണ്. കേരളം കണ്ട ഏറ്റവും വാശിയേറിയ രാഷ്ട്രീയ പോരാട്ടങ്ങളിലൊന്നായിരിക്കും ഇവരുടേത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും 2026-ൽ കേരളം ഭരിക്കുക? പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF-ന് ചരിത്രപരമായ 3ാം ഊഴം നേടാനാകുമോ? അതോ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ UDF-ന് അധികാരം തിരിച്ചുപിടിക്കാൻ കഴിയുമോ? നിങ്ങളുടെ പ്രവചനങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.